വെൽക്കം ബാക്ക്. നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ, ഇല്ലെങ്കിൽ, അല്ലാത്ത പക്ഷം എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി, അൺലെസ്. അപ്പോൾ ഈ അൺലെസ് എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊരു സെഷൻ വെച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ആദ്യം മലയാളത്തിൽ സിമ്പിളായിട്ടൊരു സെൻറ്റൻസ് പറയാം. നീ നന്നായി അധ്വാനിച്ചാൽ ജയിക്കും, പരീക്ഷയിൽ ജയിക്കും എന്ന്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും നോക്കൂ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ശരിയല്ലേ? ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇതേ കാര്യം എനിക്ക് ഇങ്ങനെയും പറയാമല്ലോ. നീ നന്നായി അധ്വാനിച്ചില്ലെങ്കിൽ ജയിക്കില്ല. ശരിയാണല്ലോ? അപ്പോൾ അതെങ്ങനെ പറയും? ഇഫ് യു ഡു നോട്ട് വർക്ക് ഹാർഡ് യു വിൽ നോട്ട് പാസ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് യു ഡോണ്ട് വർക്ക് ഹാർഡ് യു വോണ്ട് പാസ് എന്ന്. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഞാൻ ഡു നോട്ട്, വിൽ നോട്ട് എന്നൊക്കെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസ് കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഇഫ് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ. പക്ഷെ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ അൺലെസ് ഉപയോഗിക്കും എന്നാണല്ലോ. അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇതേ കാര്യം അൺലെസ് ഉപയോഗിച്ച് എങ്ങനെ പറയുന്നതെന്ന് നോക്കൂ. അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ നോട്ട് പാസ്. അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ നോട്ട് പാസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കൂ. ആദ്യത്തെ സെൻറ്റൻസിൽ ഞാൻ പറഞ്ഞു ഇഫ് യു ഡു നോട്ട് വർക്ക് ഹാർഡ് എന്ന്. താഴെ എന്തായി? അൺലെസ് യു വർക്ക് ഹാർഡ്. അപ്പോൾ എന്താണ് വന്നിരിക്കുന്ന വ്യത്യാസം? ആദ്യത്തെ സെൻറ്റൻസിലുണ്ടായിരുന്ന ഇഫും ആ നെഗറ്റീവിന് കാണിക്കുന്ന വാക്കും മാറ്റിയിട്ട് ഞാൻ അൺലെസ് ഉപയോഗിച്ചു. അപ്പോൾ ഇതെനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം കേട്ടോ. നീ നന്നായി അധ്വാനിച്ചില്ലെങ്കിൽ തോൽക്കും എന്നും പറയാം. അപ്പോൾ അതെങ്ങനെ പറയും? അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. അങ്ങനെയും പറയാം, അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. ഇനി വേറൊരു എക്സാമ്പിൾ. നീ ധൃതി കൂട്ടിയില്ലെങ്കിൽ ബസ് വിട്ടുപോകും. അപ്പോൾ അത് ഇഫ് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇഫ് യു ഡോണ്ട് ഹറി യു വിൽ മിസ് ദ ബസ്. ഇതേ കാര്യം അൺലെസ് ഉപയോഗിച്ച് എങ്ങനെ പറയുന്നതെന്ന് നോക്കൂ. അൺലെസ് യു ഹറി യു വിൽ മിസ് ദ ബസ്. അതായത് ധൃതി കൂട്ടിയില്ലെങ്കിൽ ബസ് വിട്ടുപോകും. അൺലെസ് യു ഹറി യു വിൽ മിസ് ദ ബസ്. ഇപ്പോൾ ഇവിടെയും ചെയ്തത് അതേ കാര്യം തന്നെയാണ്. ആദ്യത്തെ സെൻറ്റൻസിലുള്ള ഇഫും ആ നെഗറ്റീവിനെ കാണിക്കുന്ന വാക്ക് മാറ്റിയിട്ട് അൺലെസ് ഉപയോഗിച്ചു. അപ്പോൾ ഈ അൺലെസ് ഉപയോഗിച്ച് നമ്മൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഏതെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നടന്നില്ലെങ്കിൽ മറ്റൊരു കാര്യവും ഇതിനെ തുടർന്ന് നടക്കില്ല. അതായത് ധൃതി കൂട്ടിയില്ലെങ്കിൽ ബസ് കിട്ടില്ല, നന്നായി പഠിച്ചില്ലെങ്കിൽ പാസ്സാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലാണ് നമ്മൾ ഈ അൺലെസ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ, അൺലെസ് യു ഹറി യു വിൽ മിസ് ദ ബസ്. അപ്പോൾ ഇവിടെ അൺലെസ് ആ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇതേ കാര്യം വേറൊരു രീതിയിലും പറയാം. യു വിൽ മിസ് ദ ബസ് അൺലെസ് യു ഹറി. അപ്പോൾ അൺലെസ് വരുന്ന ആ ഭാഗം സെൻറ്റൻസിൻ്റെ മധ്യത്തിലായിട്ടും വരാം. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ സെൻറ്റൻസിൽ നോക്കൂ, അൺലെസ് യു ഹറി കഴിഞ്ഞിട്ട് ഞാനൊരു കോമ ഇട്ടു. നമ്മൾ പറയുമ്പോഴും അവിടെ ഒരു പോസ് ഉണ്ടല്ലേ. അൺലെസ് യു ഹറി യു വിൽ മിസ് ദ ബസ്. പക്ഷേ മറ്റത് അങ്ങനെയല്ല. യു വിൽ മിസ് ദ ബസ് അൺലെസ് യു ഹറി എന്ന് കോമ ഇല്ലാതെ തന്നെ നമുക്ക് എഴുതാം. ഇനി വേറൊരു സെൻറ്റൻസ്. അയാൾ ട്രെയിനിന് പോയില്ലെങ്കിൽ സമയത്തെത്തില്ല. ഇതെങ്ങനെ നമ്മൾ ഇഫ് ഉപയോഗിച്ച് പറയും? ഇഫ് ഹി ഡസൻറ്റ് ടേക്ക് എ ട്രെയിൻ ഹി വോണ്ട് റീച്ച് ഓൺ ടൈം. ഇവിടെ ഞാൻ പറഞ്ഞത് ഇഫ് ഹി ഡസൻറ്റ് ടേക്ക് എ ട്രെയിൻ ഹി വോണ്ട് റീച്ച് ഓൺ ടൈം. ഇവിടെ നമുക്കിനി അൺലെസ് ഉപയോഗിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? അൺലെസ് ഹി ടേക്സ് എ ട്രെയിൻ ഹി വോണ്ട് റീച്ച് ഓൺ ടൈം. ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? അൺലെസ് ഹി ടേക്സ് എ ട്രെയിൻ എന്നാണ് പറഞ്ഞത്. കാരണം അൺലെസ് കഴിഞ്ഞിട്ട് ഹി, ഒരാൾ, സിംഗുലർ ആയതുകൊണ്ട് അതിനുശേഷം ഞാൻ ടേക്സ് എന്ന് പറഞ്ഞു. നേരെ മറിച്ച് നമ്മളിവിടെ യു എന്നാണ് ഉപയോഗിച്ചതെങ്കിലോ അൺലെസ് യു ടേക്ക് എ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി നമുക്ക് അൺലെസ് ഉപയോഗിക്കാൻ സാധിക്കുന്ന വേറെ ചില സിറ്റുവേഷൻസ് ഇവിടെ നോക്കാം. ഇതൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഞാൻ ഒരു പ്ലെയിനിൽ കയറാൻ പോവുകയാണ്. എന്നോട് ആരെങ്കിലും പറയുകയാണ് ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലെയിനിൽ കയറാൻ സാധിക്കൂ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? യു ക്യാൻ ബോർഡ് ദ പ്ലെയിൻ ഓൺലി ഇഫ് യു ഹാവ് എ ബോർഡിംഗ് പാസ്. കണ്ടോ, അതുണ്ടെങ്കിൽ മാത്രമേ എന്ന് പറയാനാണ് ഞാൻ ഓൺലി ഇഫ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് നോക്കൂ. ഞാൻ പറയാൻ പോകുന്നത് ബോർഡിംഗ് പാസ് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്ലെയിനിൽ കയറാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ ഇല്ലാത്ത പക്ഷം എന്നാണ് പറഞ്ഞത്. അവിടെ എനിക്ക് അൺലെസ് ഉപയോഗിക്കാം. അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാവും, യു കാൺ ബോർഡ് ദ പ്ലെയിൻ അൺലെസ് യു ഹാവ് എ ബോർഡിംഗ് പാസ്. യു കാൺ ബോർഡ് ദ പ്ലെയിൻ അൺലെസ് യു ഹാവ് എ ബോർഡിംഗ് പാസ്. ഇനി മറ്റൊരു എക്സാമ്പിൾ.
നിങ്ങൾ ഡയറ്റ് ശരിക്കും ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ വെയിറ്റ് കുറയൂ. അപ്പോൾ എങ്കിൽ മാത്രമേ എന്ന് പറഞ്ഞതുകൊണ്ട് ഓൺലി ഇഫ് എന്ന് ഉപയോഗിക്കും. അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെ വരും, യു വിൽ ലൂസ് വെയ്റ്റ് ഓൺലി ഇഫ് യു സ്റ്റിക്ക് ടു യുവർ ഡയറ്റ്. യു വിൽ ലൂസ് വെയ്റ്റ് ഓൺലി ഇഫ് യു സ്റ്റിക്ക് ടു യുവർ ഡയറ്റ്. ഇനി മലയാളത്തിൽ ഞാനൊന്ന് മാറ്റി പറയാൻ പോവാണ്. നിങ്ങൾ ഡയറ്റ് ശരിക്കും നോക്കാത്ത പക്ഷം നിങ്ങളുടെ വെയിറ്റ് കുറയില്ല. അപ്പോൾ ഇവിടെ എനിക്ക് അൺലെസ് ഉപയോഗിക്കാം. സെൻറ്റൻസ് ഇങ്ങനെ വരും, യു വോണ്ട് ലൂസ് വെയ്റ്റ് അൺലെസ് യു സ്റ്റിക്ക് ടു യുവർ ഡയറ്റ്. യു വോണ്ട് ലൂസ് വെയ്റ്റ് അൺലെസ് യു സ്റ്റിക്ക് ടു യുവർ ഡയറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് സെൻറ്റൻസസ് തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ആദ്യത്തേതിൽ ഓൺലി ഇഫ് എന്ന് പറഞ്ഞപ്പോൾ സെൻറ്റൻസ് എങ്ങനെ തുടങ്ങിയത്, യു വിൽ ലൂസ് വെയ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. നേരെ മറിച്ച് അൺലെസ് വന്നപ്പോഴോ യു വോണ്ട് ലൂസ് വെയ്റ്റ് എന്ന് പറഞ്ഞ് നെഗറ്റീവായാണ് സെൻറ്റൻസ് തുടങ്ങിയത്. ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കൂ, അത്യാവശ്യമാണെങ്കിൽ മാത്രം ഡോക്ടറെ വിളിക്കൂ. അപ്പോൾ ഇങ്ങനെ പറയും, കോൾ ദ ഡോക്ടർ ഓൺലി ഇഫ് ഇറ്റ്സ് എൻ എമർജൻസി. കോൾ ദ ഡോക്ടർ ഓൺലി ഇഫ് ഇറ്റ്സ് എൻ എമർജൻസി. ഇവിടെ ഓൺലി ഇഫ് വന്നു. ഇനി ഞാൻ അൺലെസ് ഉപയോഗിക്കാൻ പോവാണ്. അത്യാവശ്യമല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കരുത്. എന്താ പറയുക, നെഗറ്റീവിൽ തുടങ്ങണം. ഡോണ്ട് കോൾ ദ ഡോക്ടർ അൺലെസ് ഇറ്റ്സ് എൻ എമർജൻസി. ഡോണ്ട് കോൾ ദ ഡോക്ടർ അൺലെസ് ഇറ്റ്സ് എൻ എമർജൻസി. ഇനി കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ, അതായത് പാസ്റ്റിനെ കുറിച്ച് പറയാനും നമുക്ക് അൺലെസ് ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ പറയണമെങ്കിൽ, കാറ് ബ്രേക്ക് ഡൗൺ ആയില്ലായിരുന്നെങ്കിൽ നമ്മൾ സമയത്തെത്തുമായിരുന്നു. എന്താ പറയുക, വി വുഡ് ഹാവ് റീച്ച്ഡ് ഓൺ ടൈം അൺലെസ് ദ കാർ ഹാഡ് ബ്രോക്കൺ ഡൗൺ. കണ്ടോ, വി വുഡ് ഹാവ് റീച്ച്ഡ് ഓൺ ടൈം അൺലെസ് ദ കാർ ഹാഡ് ബ്രോക്കൺ ഡൗൺ. മറ്റൊന്ന്, നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അയാളെ വിളിക്കില്ലായിരുന്നു. ഐ വുഡൻറ്റ് ഹാവ് ഫോൺഡ് ഹിം അൺലെസ് യു ഹാഡ് സജസ്റ്റഡ് ഇറ്റ്. ഐ വുഡൻറ്റ് ഹാവ് ഫോൺഡ് ഹിം അൺലെസ് യു ഹാഡ് സജസ്റ്റഡ് ഇറ്റ്. ഇനി നമുക്ക് ഈ അൺലെസ് ഉപയോഗിക്കുമ്പോൾ സാധാരണയായി കണ്ടുവരാറുള്ള ചില കോമൺ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇതാണ്, അൺലെസ്സിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ വിൽ അല്ലെങ്കിൽ വുഡ് ചേർത്ത് ഉപയോഗിക്കരുത്. അതായത് അൺലെസ് കഴിഞ്ഞ ഉടനെ വില്ലോ വുഡോ വരരുതെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ, അൺലെസ് യു സ്റ്റഡി യു വോണ്ട് പാസ്. പഠിച്ചില്ലെങ്കിൽ നീ പാസ്സാവില്ല. പക്ഷേ ഇനി കാണിച്ചിരിക്കുന്ന സെൻറ്റൻസ് നോക്കൂ, അൺലെസ് യു വിൽ സ്റ്റഡി യു വോണ്ട് പാസ്. അങ്ങനെ പറയുന്നത് തെറ്റാണ്. അൺലെസ് കഴിഞ്ഞ് വിൽ വരാൻ പാടില്ല. ഇനി അൺലെസ് ഉപയോഗിക്കുമ്പോൾ സാധാരണ കാണാറുള്ള രണ്ടാമത്തെ മിസ്റ്റേക്ക്, അൺലെസ് കഴിഞ്ഞ് വരുന്ന വേർബ് ഒരിക്കലും നെഗറ്റീവിലായിരിക്കരുത്, മറിച്ച് അത് പോസിറ്റീവിൽ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറയാം. അതിന് മുൻപ് ഈ എക്സാമ്പിൾ നോക്കൂ. മുൻപ് നമ്മൾ കണ്ട അതേ സെൻറ്റൻസ്, അൺലെസ് യു സ്റ്റഡി യു വോണ്ട് പാസ്. പഠിച്ചില്ലെങ്കിൽ നീ പാസ്സാവില്ല. ഇനി ഈ സെൻറ്റൻസ് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താവും നോക്കൂ, അൺലെസ് യു ഡോണ്ട് സ്റ്റഡി യു വോണ്ട് പാസ്. അപ്പോൾ ഇവിടെ അൺലെസ് കഴിഞ്ഞിട്ട് ഡോണ്ട് സ്റ്റഡി നെഗറ്റീവാണ് വന്നത്. അപ്പോൾ അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ഇങ്ങനെയായി മാറും, നീ പഠിക്കാതിരുന്നില്ലെങ്കിൽ നീ പാസ്സാവില്ല. പഠിക്കാതിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ. അപ്പോൾ സെൻറ്റൻസിൻ്റെ മീനിങ് നഷ്ടപ്പെട്ടിട്ടില്ലേ, നീ പഠിച്ചാൽ പാസ്സാവില്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു തെറ്റവിടെ സംഭവിച്ചത്? അൺലെസ് യു ഡോണ്ട് സ്റ്റഡി എന്ന് പറയുമ്പോൾ രണ്ടും നെഗറ്റീവാണ് അവിടെ വന്നത്. അൺലെസ്സിന് തന്നെ ഒരു നെഗറ്റീവ് മീനിങ് ആണ്, അതിൻ്റെ കൂടെ ഡോണ്ട് സ്റ്റഡി വന്നു. അപ്പോൾ രണ്ടും നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവായി മാറും. അങ്ങനെയാണ് ഈ സെൻറ്റൻസിന് അർത്ഥം നഷ്ടപ്പെട്ടത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, അൺലെസ് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന വേർബ് പോസിറ്റീവിലായിരിക്കണം. ഇനി അൺലെസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, ഈ അൺലെസ് ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, പരീക്ഷയിൽ പാസ്സായില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അപ്പോൾ അതവിടെ നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വാട്ട് വിൽ യു ഡു ഇഫ് യു ഡോണ്ട് പാസ് ദ ടെസ്റ്റ്? വാട്ട് വിൽ യു ഡു ഇഫ് യു ഡോണ്ട് പാസ് ദ ടെസ്റ്റ്? ഇനി ഈ ചോദ്യം നോക്കൂ, വാട്ട് വിൽ യു ഡു അൺലെസ് യു പാസ് ദ ടെസ്റ്റ്? അവിടെ ആ ക്വസ്റ്റ്യൻ മീനിങ്ലെസ് ആവുകയാണ്. അപ്പോൾ അൺലെസ് ഒരിക്കലും നമ്മൾ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാറില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നോക്കാം. അതിന് ഞാൻ മലയാളത്തിൽ 3-4 സെൻറ്റൻസസ് പറയാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറയുന്നതിന് മുൻപ് നിങ്ങൾ തന്നെ അതൊന്ന് അൺലെസ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ്, മഴയില്ലെങ്കിൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകും. അൺലെസ് ഉപയോഗിച്ച് പറയണം. എന്ത് പറയും? വിൽ ഗോ ഷോപ്പിംഗ് unless it rains. We will go shopping unless it rains. ഇപ്പോൾ പുറപ്പെടുന്നില്ലെങ്കിൽ നീ വൈകും.
You will be late unless you start now. You will be late unless you start now. നീ എൻ്റെ കൂടെ വരാത്ത പക്ഷം ഞാൻ പാർട്ടിക്ക് പോവില്ല. I won't go to the party unless you come with me. I won't go to the party unless you come with me. ശമ്പളം കൂടാത്ത പക്ഷം അവൾ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. She is going to quit her job unless she gets a pay rise. She is going to quit her job unless she gets a pay rise. ഇനി ഒരെണ്ണം കൂടെ. ദിവസവും പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടില്ല. Unless you practice every day, your English won't get any better. Unless you practice every day, your English won't get any better. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.